വൈദികൻ എന്ന വ്യാജേന MBBS സീറ്റ് വാഗ്ദാനം നൽകി ഉദ്യോഗാർത്ഥികളിൽ നിന്നും 30 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളിൽ ഒരാളെയാണ് തിരുവനന്തപുരം വഞ്ചൂർ പോലീസ് കയ്യോടെ പിടികൂടിയത്. CMS ആംഗ്ലിക്കൻ സഭ നെടുങ്കുന്നം ബിഷപ്പ് എന്ന പേരിലായിരുന്നു ഈ തട്ടിപ്പ്. കോട്ടയം സ്വദേശി ഡേവിഡ് ലൂക്കോസാണ് പിടിയിലായ പ്രതി. തിരുവനന്തപുരം സ്വദേശി നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ മേലാണ് അറസ്റ്റ്. വൈദികൻ എന്ന വ്യാജേനെ MBBS സീറ്റ് വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ്. 30 ലക്ഷം രൂപ MBBSന് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് തട്ടിയെടുത്തു. ഈ കേസിൽ കോട്ടയം സ്വദേശി ഡേവിഡ് ലൂക്കോസ് ആണ് വഞ്ചൂർ പോലീസിന്റെ പിടിയിലായത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തട്ടിപ്പ് ശൃംഖലയിലെ ഒരാളാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത്. മലയാളി വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് ഡേവിഡ് ഉൾപ്പെടെ 3 പേര് ചേർന്ന് ബാംഗ്ലൂരിൽ വ്യാജ റിക്രൂട്ട്മെന്റ് സ്ഥാപനമായ ബിഷപ്പ് ഹൗസ് ഫൗണ്ടേഷൻ തുടങ്ങുന്നത്. തുടർന്ന് ഡേവിഡ് വൈദികൻ എന്ന വ്യാജേനെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്നും പണം തട്ടിയെടുത്തു. CMS ആംഗ്ലിക്കൻ സഭ നെടുങ്കണ്ടം ബിഷപ്പ് എന്ന വ്യാജേനയാണ് ഉദ്യോഗാർത്ഥികളെയും രക്ഷിതാക്കളെയും പറ്റിച്ചത്. പണം നൽകിയിട്ടും അഡ്മിഷൻ ലഭിക്കാതെ വന്നതോടെ തട്ടിപ്പിനിരയായവർ വഞ്ചൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബാംഗ്ലൂരിൽ അത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് സ്ഥാപനമില്ല എന്ന് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ കോട്ടയത്ത് നിന്നും പോലീസ് പിടികൂടി. കോട്ടയം സ്വദേശി ഡേവിഡ് ലൂക്കോസിന്റെ പേരിൽ തമിഴ്നാടും കർണാടകയിലും സമാനമായ നിരവധി കേസുകൾ പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശംഖുമുഖം AC അനുരൂപിന്റെ നിർദ്ദേശപ്രകാരം വഞ്ചൂർ SHO ഷാനിഫ് SHന്റെ നേതൃത്വത്തിൽ SI അലക്സ്, SCPO ഷാബു, CPO സുബിൻ പ്രസാദ് എന്നിവർ ചേർന്നാണ് ഡേവിഡ് ലൂക്കോസിനെ അറസ്റ്റ് ചെയ്തത്. ജനം, തിരുവനന്തപുരം.